ഹലോ ഗായ്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. ഇത് ഇൻട്രൊഡക്ഷൻ പാർട്ട് 5 ആണ് വരുന്നത്. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് മറക്കുന്ന ഒരാളാണോ? അങ്ങനെയാണ് മറന്നിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം പഠിച്ച നാളത്തേക്ക് നമ്മൾ മറന്നിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടല്ല പഠിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു സാധനം പഠിക്കുകയാണെങ്കിൽ ആ സാധനം നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പിന്നെ മറന്നു പോകരുത്. അതെന്താ കാരണം? അത് പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഏതൊരാളും PSCക്ക് പഠിക്കുകയാണെങ്കിൽ ഇന്നൊരു സാധനം പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം പോയിട്ടല്ല നോക്കേണ്ടത്. നിങ്ങളത് ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിരിക്കണം. അതായത് ഞാൻ ഇന്ന് പഠിച്ചൊരു സാധനം നാളെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പെങ്കിലും ഞാനത് കണ്ണോടിക്കും. അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ ഫസ്റ്റ് വേറൊരു സംഭവം പുതിയതായിട്ട് പഠിക്കുന്നതിന് മുമ്പ് ആ സാധനം ഞാനൊന്ന് റിവിഷൻ ചെയ്തിരിക്കും. അത് കഴിഞ്ഞ ശേഷം ഞാൻ വീക്ക് എൻഡിൽ, അതായത് തിങ്കൾ ടു ശനി വരെയുള്ള, അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞായറാഴ്ച ഫുൾ ഡേ ഞാൻ ക്ലാസ്സിന് പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ശനിയാഴ്ച ആയിരിക്കും എൻ്റെ ഫുൾ ഡേ റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഞാൻ PYQ, അതേപോലെ തന്നെ കറണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ മസ്റ്റായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് ഇപ്പോൾ ഒരു സാധനം പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലെടുത്ത് പഠിക്കണം. മനസ്സിലെത്തി പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അത് മറന്നു പോകുന്നത്. ചിലർ കഷ്ടപ്പെട്ട്, അതായത് ഇപ്പോൾ നല്ലോണം പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരാൾ, അതായത് കുറേ ടൈം എടുത്ത് പഠിച്ചാലല്ല നമുക്കിപ്പോൾ ഒരു സാധനം തലയിൽ കയറുക എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് വീഡിയോയിൽ എന്താ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു സംഭവം അതായത് നമുക്കിപ്പോൾ ഒരു 5 മണിക്കൂറാണെങ്കിൽ ഒരു 30 മിനിറ്റ് ഒരു സബ്ജക്റ്റ് വീതം പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമുക്കിപ്പോൾ എത്രയാണ് നമുക്കിപ്പോൾ ഒരു കപ്പാസിറ്റി ഉള്ളത്. ഈ ഒരു സാധനം, അതായത് ഇപ്പോൾ ഒരു 3 പേജ് ചിലപ്പോൾ ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു വലിയ ടോപ്പിക്കിൻ്റെ 3 പേജ് അല്ലെങ്കിൽ 3 ടോപ്പിക്സ് ചിലർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. എനിക്കിപ്പോൾ അങ്ങനത്തെ കപ്പാസിറ്റി, എനിക്കിപ്പോൾ ഒരു 30 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ഞാൻ പഠിക്കാൻ പറ്റുന്നത് ചില ഒരു പേജ് മാത്രമായിരിക്കും എനിക്ക് പഠിക്കാൻ പറ്റുന്നത്. ചിലർക്ക് അത് 3-4 പേജ് പഠിക്കാൻ പറ്റും. ചിലർ 6-8-10 പേജ്, ഒരു ചാപ്റ്ററിൻ്റെ 6-8 പേജ് ഒരാൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എൻ്റെ കപ്പാസിറ്റി എത്രയാണ് പഠിക്കാൻ വേണ്ടിയിട്ടെന്നാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ ഫണ്ടമെൻ്റലായിട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് റിവിഷൻ ചെയ്തില്ലെങ്കിൽ എനിക്കത് മറന്നു. അപ്പോൾ ഇത് ഏതൊരു ടീച്ചേഴ്സ് ആയാലും, ഏതൊരു വേറെ എന്തെങ്കിലും പഠിക്കുന്ന ഒരാളാണെങ്കിലും അവരിപ്പോൾ ഒരു ടീച്ചേഴ്സ് ആണെങ്കിൽ വരെ അവർ റിവിഷൻ ചെയ്തിട്ട് പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വരുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരു സാധനം പഠിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്തായാലും ആ സാധനം വേണം. അതിനാണ് നമ്മൾ റിവിഷൻ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്നൊരു സാധനം പഠിച്ചു വെച്ചാൽ നാളെ സാധനം പഠിക്കാതിരിക്കരുത്. നാളെ അത് റിവിഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് റിവിഷൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ ശേഷം ആ വീക്ക് എൻഡിൽ നമ്മൾ റിവിഷൻ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മറന്നു പോവാതിരിക്കരുത്. നമ്മളതൊരു പച്ചവെള്ളം പോലെ ആയിരിക്കണം. നമുക്കത് കുറേ എക്സാംസിനൊക്കെ ഈ SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴും അപ്പോൾ നമുക്കിപ്പോൾ ഒരു സംഭവം ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു സാധനമല്ല. 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുമോ? ചിലപ്പോൾ കിട്ടും, ചിലർക്ക് കിട്ടില്ല. ചിലർ അപ്പോഴും റാങ്ക് ലിസ്റ്റിലുണ്ടാവും, ചിലരപ്പോഴും ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തള്ളപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പോലും കയറാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഇതൊരു പച്ചവെള്ളം പോലെ തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചാലും നമ്മൾ ഈ PSC ഫീൽഡിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും പഠിച്ച സാധനം എന്തായാലും റിവിഷൻ ചെയ്ത് നോക്കുക. എന്നിട്ടേ മക്കളെ നിങ്ങൾക്ക് പഠിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.